ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. അപ്പോൾ ഇന്നലെ എൻ്റെ SBI ക്ലർക്കിൻ്റെ മെയിൻസിൻ്റെ എക്സാം ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു. ആൻഡ് ഇന്നലെ എക്സാം എഴുതിയവരൊക്കെ ടെലിഗ്രാമിൽ അവരുടെ അറ്റംപ്റ്റ്സ് ഒക്കെ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ അത് അവിടെ കമൻറ്റ് ചെയ്യാത്തവർ ഇവിടെ നിങ്ങൾക്ക് അറ്റംപ്റ്റ്സ് എത്ര ഉണ്ടായിരുന്നെന്നും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നും ഏത് ലെവലായിരുന്നെന്നും ഒക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള എക്സാം എഴുതുന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ കൂടെ എക്സാം എഴുതിയവർക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എനിക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ഞാൻ ഇന്നലത്തെ GAക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ പല ഗ്രൂപ്പിൽ നിന്നും ഒക്കെ ഓരോരുത്തർ അനാലിസിസ് ചെയ്ത PDFs ഒക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലിഗ്രാമിൽ നോക്കിയാൽ അത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദ എക്സാം അനാലിസിസ്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഒന്നും എക്സാം നമുക്ക് പൊതുവെ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് ഓരോ ടീച്ചേഴ്സ് പറഞ്ഞൊക്കെ വെച്ച് നമ്മൾ അങ്ങനെയാണല്ലോ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നത്. ബട്ട് അതിനെയൊക്കെ കടത്തി വെട്ടുന്ന ടൈപ്പുള്ള എക്സാം ആയിരുന്നു വന്നത്. മെയിൻലി കറണ്ട് അഫെയർസ്. പക്ഷേ കറണ്ട് അഫെയർസ് ഒറ്റ ഇതിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് വന്ന് കറണ്ട് അഫെയർസ് ആയിരുന്നു. ഞങ്ങളുടെ സ്ലോട്ടിൽ ഫസ്റ്റ് കറണ്ട് അഫെയർസ് ആയിരുന്നു വന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ആദ്യം എനിക്കൊരു ഒരു സമാധാനം പോലെ ഫീൽ ചെയ്തു. കാരണം RRBക്ക് കണ്ടപ്പോൾ വലിയ പാറ്റേൺ, വലിയ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒക്കെ ആയിരുന്നു വന്നത്. അപ്പോൾ ഞാൻ അത് പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ കണ്ടപ്പോൾ എല്ലാം സിമ്പിൾ വൺ ലൈനർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. വാട്ട് ഈസ് അല്ലെങ്കിൽ വേർ ഇസ് എ ബയോ റിസർവോയർ, അങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. പക്ഷേ കൂടുതലും ഡേറ്റ ബേസ്ഡ് ആയിട്ടുമായിരുന്നു. അപ്പം നമുക്ക് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഏരിയ മാത്രം ഓടിച്ച് നോക്കിയവർക്ക് ചിലപ്പം ആ ഒരു ന്യൂമറിക്കൽ വാല്യൂസൊക്കെ ഓർത്തിരിക്കാൻ കുറേ ബുദ്ധിമുട്ട് വരും. മെയിനായിട്ടും പക്ഷേ ഞാൻ കണ്ട വീഡിയോസിലും അതുപോലുള്ള ഓരോ ടീച്ചേഴ്സൊക്കെ പറയുന്നത് കണ്ടത് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് വരെയുള്ള കറണ്ട് അഫെയർസും പഠിച്ചിട്ട് പോകണം, അങ്ങനെ എക്സാമിന് ക്വസ്റ്റ്യൻ വരും അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് 4 months നമ്മൾ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഇതൊക്കെ നല്ല ഒരു വെയിറ്റേജ് വരും എന്ന് കരുതിയാണ് പോയത്. പക്ഷേ നവംബർ, ഡിസംബർ, ജാനുവരി ഈ 3 monthsലെ കറണ്ട് അഫെയർസ് ആയിരുന്നു കൂടുതലും ചോദിച്ചത്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതും ഉണ്ടായിരുന്നു. ഈ സൂര്യകിരൺ, ഇന്ത്യ നേപ്പാൾ തമ്മിലുള്ള ജോയിൻ്റ് എക്സസൈസ്, അതുപോലെ തന്നെ കൂടുതലും സ്റ്റാറ്റിക് പാർട്ടായിരുന്നു. ഐ തിങ്ക് എനിക്കങ്ങനെയാണ് തോന്നിയത്. ഞാൻ ആക്ച്വലി ജാനുവരി മാത്രമേ നല്ല ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എനിക്ക് ജസ്റ്റ് മാരത്തൺ ക്ലാസ്സസും ഒക്കെയാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കറണ്ട് അഫെയർസിന് കൊടുക്കുന്ന ടൈം വേറെ സബ്ജക്ട്സിന് കൊടുക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി അതിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം GA ഭയങ്കര അൺപ്രെഡിക്റ്റബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ 24 hours മാരത്തൺ ക്ലാസ്സസ് ഒക്കെ കുത്തിയിരുന്ന് എല്ലാവരും കണ്ടു കാണും. ഞാനൊക്കെ കുറച്ച് കണ്ടു, അത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തി പോകുന്നു. കാരണം ആ ഒരു ലാസ്റ്റ് ഡേയിൽ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും കറണ്ട് അഫെയർസിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. പക്ഷേ അത് വലിയൊരു മണ്ടത്തരമായിട്ടാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാലും ഈ 24 hours മാരത്തൺ, അതുപോലെ തന്നെ ഇവർ സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്തതെന്നാണ് എനിക്കൊരു തോന്നുന്നത്. കാരണം അത്രയും എഫേർട്ട് എടുത്ത് അവരും എടുത്തു. നമ്മൾ ആ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ അവരുടെ ക്ലാസ്സിനെ ഫുൾ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ അതിനുള്ള അത്ര രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല വന്നത്. കൂടുതലും സ്റ്റാറ്റിക് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ SBI ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. കാരണം RBIയുടെ GDP അങ്ങനെയുള്ള കാര്യങ്ങൾ, മോണിറ്ററി പോളിസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമെന്നൊക്കെ ഓർത്താണ് പോയത്. ബട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ബയോ റിസർവോയർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഏത് സ്റ്റേറ്റിലാണുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലൂട്ടോ, എൻ്റെ പൊന്നെ, പ്ലൂട്ടോ ഏത് വർഷം, എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണ് പ്ലൂട്ടോനെ ഡ്വാർഫ് പ്ലാനറ്റ് എന്നുള്ള ഇതിൽ മാറ്റിയെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷെ നോക്കൂ, അത്രയും ഇപ്പോൾ ഒരു 6 months ആണ് നമ്മൾ ബാങ്ക് എക്സാംസിന് പറയുന്നത്. ബട്ട് ആ പ്ലൂട്ടോ എന്നൊക്കെ ഉള്ളത് എന്തുകൊണ്ട് വന്നെന്നുള്ള ആ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ക്രിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കുറേ കൂടി, അതായത് ഇപ്പോൾ ബാങ്ക് എക്സാമിന് പൊതുവേ ഞാനൊക്കെയാണെങ്കിൽ സ്കിപ്പ് ചെയ്ത കുറേ ഏരിയാസ് ആയിരുന്നു. ഇതുപോലുള്ള ബുക്സ് ആൻഡ് ഓതേഴ്സും അങ്ങനെയുള്ളതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുമായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ഡ്യൂബിളാണെന്ന് തോന്നും. പക്ഷേ കുറച്ചൊരു ബാങ്ക് എക്സാമിൻ്റെ പാറ്റേണിൽ നിന്നും വേറെ ഒരു പാറ്റേൺ ആയിരുന്നു എക്സാമിന് വന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ 15 അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് 2 ക്വസ്റ്റ്യനും കൂടെ ഒരു ഗോൾഡൻ അവാർഡ്സ് അതിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ
ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് മാർക്ക് ചെയ്തിട്ട് പിന്നെ ക്ലിയർ ചെയ്തു, കാരണം നെഗറ്റീവ് വരണ്ടല്ലോ എന്നോർത്ത്. പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. ദെൻ വേറൊരു പക്ഷെ അത് കറക്റ്റ് ആയിരുന്നു, അത് ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ബട്ട് ചെയ്യാൻ പറ്റിയില്ല. ദെൻ വേറൊരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഏതോ ഒരെണ്ണത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇവിടെ ഞാനത് ജർമ്മനി ആണെന്ന് ഓർത്ത് ജർമ്മനി കുത്താൻ പോയതാണ്, അതേതായാലും ചെയ്യാൻ നന്നായി. ഓക്കെ, അങ്ങനെ അപ്പോൾ ഞാൻ ടോട്ടൽ കറണ്ട് അഫയേഴ്സിന് 15 അറ്റംപ്റ്റ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് വന്നത് ഇംഗ്ലീഷ് ആയിരുന്നു. ഓക്കെ, ഇംഗ്ലീഷ് അതിന് രസമായിരുന്നു. ഓക്കെ, കാരണം ഇംഗ്ലീഷ് ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കൂട്ട് തന്നെ ഫസ്റ്റ് എല്ലാം ക്വസ്റ്റ്യനും എല്ലാം ഒന്ന് ഓടിപ്പോയി നോക്കി. മീൻസ് ആ ഒരു 2 മിനിറ്റ് 1 മിനിറ്റ് 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് ഞാൻ എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് എല്ലാ ക്വസ്റ്റ്യനിലും എത്തിപ്പെട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ക്വസ്റ്റ്യൻ കാണാതെ പോയി, അതുകൊണ്ട് സമയം കിട്ടിയില്ല, അങ്ങനെയുള്ള റിഗ്രറ്റുകളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനിയുള്ള എക്സാം എഴുതുന്നവരോടും പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. കാരണം ക്വസ്റ്റ്യൻ ഒരെണ്ണം കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം, അത് നമുക്ക് ആ എക്സാം എനിക്ക് പറ്റിയില്ല ആ ഒരു റിഗ്രറ്റ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷമമൊന്നും എനിക്കില്ല, കാരണം എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനെയും കാണാൻ പറ്റിയായിരുന്നു. ഓക്കെ, ദെൻ ഇംഗ്ലീഷിലോട്ട് പറയുകയാണെങ്കിൽ, ഓക്കെ, ഐ ഡോണ്ട് നോ, RC എന്ന് പറയുന്നത് നല്ല ഡേറ്റ ബേസ്ഡ് ആയിരുന്നു. എനിക്ക് ആദ്യം വായിച്ചിട്ട് ഒന്നും മനസ്സിലായില്ല, കാരണം ഈ ലാസ്റ്റ് ഡേയ്സിൽ ഞാൻ ഇംഗ്ലീഷിന് കുറച്ച് മാറ്റി വെച്ചിട്ട് GAയും റീസണിങ്ങും ഒക്കെ ആയിരുന്നു കൂടുതൽ കൊടുത്തത്. ബട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇംഗ്ലീഷ് ആദ്യം വായിച്ച് നോക്കിയപ്പം ഓക്കെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരുന്നു, കാരണം RC വായിച്ചപ്പോൾ. ദെൻ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ ഓപ്ഷൻസും അതിന് ഫിറ്റ് ആവും, ഒരു ഒരു സ്പേസ് തന്നിട്ടുള്ള, അത് ഞാൻ ഇതുവരെ എക്സാംസിനൊന്നും കണ്ടിട്ടില്ലാത്തൊരു ന്യൂ പാറ്റേൺ ആയിരുന്നു. ഓക്കെ, ഐ ഡോണ്ട് നോ, അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയത്തില്ല കേട്ടോ. ദെൻ അപ്പോൾ ഒരു സ്പേസ് തന്നിട്ട് ഇങ്ങനെ 4 വേർഡ്സ്, ആ ഒരു വേർഡിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്, ഒരെണ്ണത്തിനകത്ത് പറയും കറക്റ്റായിട്ട് പറ്റുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് വരുമ്പോൾ ഇൻകറക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പോയി ഒന്നുകൂടെ നോക്കി. ഓക്കെ, അവർ ചോദിച്ചത് തന്നെയാണോ ഞാൻ അറ്റംപ്റ്റ് ചെയ്തതെന്നുള്ളത്. അങ്ങനെ കുറച്ച് ഓക്കെ ഒരു ഇട്ടെന്ന് വട്ടം ചുറ്റിക്കുന്ന ടൈപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സാധാരണ ഇംഗ്ലീഷിന് ടൈം മിച്ചം കിടക്കേണ്ടതാണ്, ബട്ട് ഞാൻ ലാസ്റ്റ് നിമിഷത്തിലാണ് ഫുള്ള് ചെയ്തു വന്നത്. ദെൻ അതുപോലെ തന്നെ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ പാരാജമ്പിൾസ് ഉണ്ടായിരുന്നു, ബട്ട് പാരാജമ്പിൾസ് കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. ഓക്കെ, ആൻഡ് ഞാൻ ആ 5ഉം ചെയ്തു. ഞാൻ അനാലിസിസ് ഒക്കെ കണ്ടപ്പോൾ അത് കറക്റ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പാരാജമ്പിൾസ് ഉണ്ടായിരുന്നു. ദെൻ ക്ലോസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ദെൻ ഇച്ചിരി ഒരു ഹൈ ലെവലായിരുന്നു. ഓക്കെ, RRB POD ഒക്കെ ഇംഗ്ലീഷ് നല്ല എളുപ്പമായിരുന്നു. അന്ന് എനിക്ക് 30 മാർക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് ഞാൻ 35 അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഡോണ്ട് നോ, കാരണം ഇംഗ്ലീഷ് നമുക്കൊരിക്കലും നമ്പാൻ പറ്റുന്നയാളല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് റീസണിങ്, നെക്സ്റ്റ് വന്നത് ക്വാൺസ് ആയിരുന്നു. ഓക്കെ, ക്വാൺസിൽ ഓക്കെ ദെൻ ഫസ്റ്റ് എല്ലാം നോക്കി വന്നപ്പോഴത്തേക്കും ഓക്കെ സിംപ്ലിഫിക്കേഷൻ ഉണ്ടായിരുന്നു, ദെൻ ക്വാഡ്രാറ്റിക് ഉണ്ടായിരുന്നു, ദെൻ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, ആ സീരീസ് എന്നെ ചെറുതായിട്ടൊന്ന് വട്ടം ചുറ്റിച്ചു. ഓക്കെ, ഞാനത് ചെയ്തു വന്നപ്പോൾ എനിക്ക് കുറച്ച് ടൈം അവിടെ ലാഗായിപ്പോയി. ദെൻ അരിത്തമെറ്റിക് പാർട്ട് ഉണ്ടായിരുന്നു, ടൈം ആൻഡ് വർക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ഓക്കെ, ദെൻ നമ്മുടെ മിൽക്ക്, ഓക്കെ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ മിൽക്ക് വാട്ടർ, അത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി പറയുകയാണെങ്കിൽ ക്വാൺസ് ആയിരുന്നു കുറച്ചുകൂടെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഓൺ ദി ഈസിയർ സൈഡിൽ ക്വാൺസ് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. ബട്ട് എന്നിരുന്നാൽ കൂടെയും എൻ്റെ അറ്റംപ്റ്റ്സ് കുറവാണ്, എനിക്ക് 26 അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അത് ഞാൻ ഈ തവണ ഞാൻ GAയ്ക്കും റീസണിങ്ങിനും പ്രാധാന്യം കൊടുത്തു, ക്വാൺസിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിരുന്നു. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ക്വാൺസ് ഇച്ചിരി അതൊരു വിഷമമുണ്ട്, കാരണം കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുമായിരുന്നെങ്കിൽ ഒരു 30 അറ്റംപ്റ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ സീരീസിൽ ഞാൻ സ്റ്റക്കായും പോയി. ഓക്കെ, ദെൻ പറയുകയാണെങ്കിൽ ദെൻ ക്വാണ്ടിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. എനിക്ക് ക്ലർക്കിൻ്റെ ഒരു ഹയർ ലെവൽ, പ്രിലിംസിൻ്റെ ഒരു ഹയർ ലെവൽ ചെയ്ത കൂട്ടുള്ള ഫീലിംഗ് ഒക്കെ ഉള്ളായിരുന്നു. ദെൻ ബാർഗ്രാഫ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബാർഗ്രാഫ് ഉണ്ടായിരുന്നു. ദെൻ ഒരു പൈ ചാർട്ട് ഉണ്ടായിരുന്നു, പൈ ചാർട്ട് സിംഗിൾ പൈ ചാർട്ടായിരുന്നു, ക്വസ്റ്റ്യൻ ഒക്കെ ഈസിലി ഡുവബിൾ ആയിരുന്നു. ഓക്കെ, ദെൻ അതിൽ അത്രയൊക്കെയാണുള്ളത്. എൻ്റെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 26 ആണ്. ഓക്കെ, ദെൻ സിംപ്ലിഫിക്കേഷൻ ഓൾസോ ഈസിയർ സൈഡിലായിരുന്നു. ദെൻ അത്രയുമാണ് ക്വാൺസിൽ എൻ്റെ അറ്റംപ്റ്റ് 26. ദെൻ നെക്സ്റ്റ് ആയിരുന്നു റീസണിങ്. ഓക്കെ, റീസണിങ് ഞാൻ
ഒത്തിരി പ്രതീക്ഷയോട് പോയൊരു സെക്ഷനായിരുന്നു. കാരണം റീസണിങ് എന്താണ് അത്യാവശ്യം ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു, പ്രാക്ടീസ് ചെയ്തായിരുന്നു. 60 മാർക്കുള്ളത് കൊണ്ട് അതിൽ കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും എന്നൊക്കെ കരുതിയാണ് പോയത്. ബട്ട് ശരിയായില്ല. കാരണം റീസണിങ് പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ മാത്രമാണ് വന്നത്. ഓക്കെ, പസിൽസ് എന്തായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ദെൻ ഇൻപുട്ടൊക്കെ കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് എന്താണ് പോയതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം എനിക്ക് എന്തോ പെട്ടെന്ന് പാനിക് ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, എനിക്ക് ഇൻപുട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ക്വസ്റ്റ്യൻ സാധാരണ ഒരു ഫസ്റ്റ് 2 സ്റ്റെപ്പെങ്കിലും ഞാൻ മാക്സിമം അത്യാവശ്യം അത്ര അറിയത്തില്ലെങ്കിൽ പോലും ഒരു 2 to 3 സ്റ്റെപ്സ് ഞാൻ ഇൻപുട്ടിൽ ചെയ്യുന്നതാണ്. ബട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ദെൻ പസിൽസ് ആയിരുന്നു. പസിൽസ് ഓ മൈ ഗോഡ്, പറയാതിരിക്കാൻ വയ്യ. എനിക്ക് അറിഞ്ഞുകൂടാത്. ഞാൻ കണ്ട മീൻസ് ഒരു പസിലേ ഞാൻ ചെയ്തുള്ളൂ. ഓക്കെ, ആ ഒരു മന്ത് ബേസ്ഡ്, അതുപോലെ തന്നെ ഒരു സിറ്റി അല്ല, ഒരു എന്താണ് കൺട്രിയോ അങ്ങനെ എന്തോ ആയിരുന്നു സംഭവം. ദെൻ അത് ചെയ്തു, അത് കുറച്ച് എളുപ്പമായിരുന്നു. ദെൻ ബ്ലഡ് റിലേഷൻ ഉണ്ടായിരുന്നു, സീറ്റിംഗ് വിത്ത് ബ്ലഡ് റിലേഷൻ. ബട്ട് അതിനെനിക്ക് കുറച്ച് ഇച്ചിരി കൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ എനിക്ക് സീറ്റിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് എലിമിനേറ്റ് ചെയ്തൊക്കെ ചെയ്തുവാണെങ്കിൽ ചിലപ്പോൾ കിട്ടിയേനെ. ഓക്കെ, അതിനെനിക്ക് ടൈം കിട്ടിയില്ല. ഓക്കെ, ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോഴേ കിട്ടത്തുള്ളൂ, കാരണം ഇച്ചിരി ട്രിക്കി ആയിരുന്നു. ഓക്കെ, ദെൻ ഏതായിരുന്നു ക്വാണ്ടിറ്റി അല്ല, ഡാറ്റ സഫിഷ്യൻസി. ഓക്കെ, ഡാറ്റ സഫിഷ്യൻസി ഞാൻ ചെയ്തു. അത് ഇച്ചിരി എളുപ്പമുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ ഏതായിരുന്നു ഉണ്ടായിരുന്നത്, കോഡിംഗ് ഉണ്ടായിരുന്നു. കോഡിംഗ് എനിക്ക് കിട്ടിയില്ല. അതെന്തോ പാനിക് ആയതുകൊണ്ടായിരിക്കാം, ലോജിക്കൊന്നും എനിക്ക് മനസ്സിൽ വന്നില്ല. ദെൻ നെക്സ്റ്റ് ആയിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ റീസണിങ്. ഓക്കെ, സാധാരണ മോക്ക് എക്സാം ഒക്കെ ചെയ്യുമ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ അല്ല, ഒരു 5 to 8 അത്രയൊക്കെ മാക്സിമം കണ്ടിട്ടുള്ളൂ. ബട്ട് ഇതെനിക്ക് തോന്നുന്നു 10ൽ കൂടുതൽ ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഷിഫ്റ്റിലുണ്ടായിരുന്നൊന്നും പറയണേ. കാരണം പലയിടത്തായിട്ടത് സ്പ്രെഡ് ചെയ്ത് കിടക്കുമായിരുന്നു. അതുകൊണ്ട് കറക്റ്റ് നമുക്ക് എണ്ണം ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. എന്നാലും കുറേ ഉണ്ടായിരുന്നു. ഓക്കെ, ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി അതെല്ലാം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ പേടി. കാരണം നെഗറ്റീവ് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സാധനമാണ് ഈ ക്രിട്ടിക്കൽ റീസണിങ്ങും ഇംഗ്ലീഷും. ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ GA മാക്സിമം നെഗറ്റീവ് വരുത്താതെ നോക്കി. പക്ഷേ ക്രിട്ടിക്കലിൽ കൊണ്ട് കളഞ്ഞോ എന്നൊരു സംശയമുണ്ട്. എന്നാലും അറിഞ്ഞുകൂടാ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നല്ലേ പറയാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ദെൻ ഞാൻ ടോട്ടൽ റീസണിങ്ങിൽ 23 ആണ് അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത്. റീസണിങ്ങിൽ അത്രയൊക്കെ വേസ്റ്റ് അറ്റംപ്റ്റ് വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല, ബട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് അനാലിസിസ് ഒക്കെ പലരുടെയും കണ്ടപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ഷിഫ്റ്റ് ഇതിലും ഹൊറിബിൾ ആയിരുന്നു എന്നാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഇന്നലത്തെ എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, എൻ്റെ ടോട്ടൽ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 98 ആണ്. കറക്റ്റ് ആവുകയാണെങ്കിൽ അത് മതിയായിരിക്കാം. ബട്ട് നെഗറ്റീവ്സ് വരുന്നതാണ് ഒരു പേടി, അറിയത്തില്ല എങ്ങനെ ആവും എന്ന്. ഓക്കെ, 98 ആണ് ഞാൻ ടോട്ടൽ അറ്റൻഡ് ചെയ്തത്. ഓക്കെ, നിങ്ങളുടെ വ്യൂസും അതുപോലെ നിങ്ങളുടെ നിങ്ങൾക്ക് എത്ര വന്നിട്ടുണ്ടെന്നും എക്സാമിനെ കുറിച്ചിട്ടുണ്ടായിരുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. SBI എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ആണോ അതോ സർപ്രൈസ് ബാങ്ക് ആണോ എന്നുള്ളത് അറിയത്തില്ല. ഓക്കെ, അതാണ്. ഓക്കെ, ദെൻ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.